കൊല്ലം നഗരസഭ അതിൻ്റെ റിസൾട്ട്, അതിന് ചാർജ് ഉണ്ടായിരുന്ന ശിവകുമാർ അടക്കം ആരും പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ല. എന്താണ് കൊല്ലത്ത് യഥാർത്ഥത്തിൽ സംഭവിച്ചത്? കൊല്ലം നഗരസഭയിൽ ഇടതുപക്ഷത്തിൻ്റെ ശക്തമായ പൊന്നാപുരം കോട്ട എന്നാണ് കൊല്ലത്തെ നമ്മൾ പറയാറുള്ളത്. ഇതുവരെ വേറൊരാൾക്കും അവിടെ ഭരണത്തിൻ്റെ അടുത്ത് പോലും എത്താൻ കഴിഞ്ഞിട്ടില്ല. എന്ത് സംഭവിച്ചു? അവിടെ മേയർ തോറ്റു, ഡെപ്യൂട്ടി മേയർ തോറ്റു. വലിയ തോതിൽ ഇടതുപക്ഷത്തിന് പോയി. ഇടതുപക്ഷവും BJPയും NDAയും ഏതാണ്ട് ഒപ്പത്തിനൊപ്പം നിൽക്കണമെന്നാണ് ഞാൻ അവസാനം കിട്ടുമ്പോൾ വരുന്നത്. UDF ബഹുദൂരം മുന്നിലാണ്. UDF ഭരണം പിടിക്കുമെന്ന് തന്നെയാണ് കണക്കാക്കുന്നത്. ഏറ്റവും വലിയ കക്ഷിയായിട്ട് എന്തായാലും UDF വന്നിട്ടുണ്ട്. എന്താ കൊല്ലത്ത് സംഭവിച്ചത്? കൊല്ലത്ത് സംഭവിച്ചത് എന്താണെന്ന് അറിയണമെങ്കിൽ CPM വലിയ തോതിലുള്ള ഒരു ആത്മപരിശോധന നടത്തേണ്ടി വരും എന്ന് തന്നെയാണ്. UDFന്റെ എന്തെങ്കിലും മായിക ഇതുകൊണ്ടോ ഏതെങ്കിലും ഒരു നേതാവിൻ്റെ വലിയ കഴിവ് കൊണ്ടോ ഒന്നുമല്ല സംഭവിച്ചത്. ഒന്നാമത് കൊല്ലത്ത് ശക്തമായ ഭരണവിരുദ്ധ വികാരം, അത് പ്രതീക്ഷിക്കാവുന്നതാണ്. കുറെ കൊല്ലങ്ങൾ അടുപ്പിച്ച് നിങ്ങളൊരു നഗരസഭ ഭരിച്ചാൽ അവിടുത്തെ ജനങ്ങൾക്ക് എന്തെങ്കിലും കാര്യങ്ങൾക്കൊക്കെ പ്രശ്നം ഉണ്ടാവും, അതുണ്ടാവാം. രണ്ട്, കോൺഗ്രസ് ഇതിനു മുമ്പില്ലാത്ത വിധത്തിൽ കൊല്ലത്ത് അതിൻ്റെ സ്ഥാനാർത്ഥികളെ നിർത്തി അവരുടെ ഏറ്റവും പ്രധാനമായ കേന്ദ്രങ്ങളിൽ ഒരു പ്രചരണം നടത്തി. മൂന്നാമത് CPM എടുത്ത ഒരു നിലപാട് വളരെ തെറ്റായിരുന്നു എന്ന് ഞാനിപ്പോഴും വിചാരിക്കുന്നു. അത് അവരുടെ മൃദു ഹിന്ദുത്വ നിലപാടാണ്. അവര് ജമാഅത്ത് ഇസ്ലാമിയെ അറ്റാക്ക് ചെയ്തുകൊണ്ട് അവർ നടത്തിയ പ്രവർത്തനങ്ങൾ ഒരു പരിധിവരെ മതന്യൂനപക്ഷത്തിൻ്റെ നിലപാടുകളെ ബാധിച്ചിട്ടുണ്ട്. ജമാഅത്ത് ഇസ്ലാമി എന്ന് പറയുമ്പോഴും 15 കൊല്ലം 10 കൊല്ലം മുമ്പ് അവരുടെ കൂടെ നിന്ന ജമാഅത്ത് ഇസ്ലാമിയെ കുറിച്ചാണ് ഇപ്പൊ പറയുന്നത്. മൗദൂദി എന്നൊക്കെ പറഞ്ഞാൽ ഒരു കാര്യമില്ല. കാരണം മൗദൂദിയൊക്കെ മുമ്പുള്ള ആളാണ്. അയാളുള്ള കാലത്താണ്, അല്ലെങ്കിൽ അയാൾ ആധിപത്യമുള്ള കാലത്താണ്, മുമ്പാണ് ജമാഅത്ത് ഇസ്ലാമി ഇടതുപക്ഷത്തിന്റെ കൂടെ നിന്നത്. അത് ഒരു സംശയവും വേണ്ട, അത് എല്ലാവരും ഓർക്കുന്നുണ്ടാവും. അപ്പൊ രാഹുൽ മാങ്കൂട്ടത്തിന്റെ വിഷയത്തിൽ ഒരുപക്ഷെ എനിക്ക് തോന്നുന്നു ഏറ്റവും വലിയ തിരിച്ചടിയായത് കൊല്ലത്താണ്. എന്താ കാരണം? കൊല്ലത്തെ MLA ഇതുപോലൊരു കേസിൽ പ്രതിയായിട്ട് ഏതാണ്ട് 7-8 വർഷമായി. പ്രതി എന്ന് പറഞ്ഞാൽ 2018 ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വരുന്നത്. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് മുഖ്യമന്ത്രിക്കല്ലേ ആദ്യം കൊടുക്കുന്നത്, അത് അദ്ദേഹത്തിൻ്റെ കയ്യിലുണ്ടല്ലോ. അതിൽ കുറെ അധികം സ്ത്രീകൾ, പെൺകുട്ടികൾ ഈ കൊല്ലത്തെ MLAക്കെതിരായി പരാതി കൊടുത്തിട്ടുണ്ടെന്നുള്ള കാര്യത്തിൽ ഒരു തർക്കമില്ല. കുറെ അധികം ആളുകൾ, അതൊക്കെ പത്രത്തിലൊക്കെ വന്നതാണ്. ഇതൊക്കെ ചെയ്തിട്ടും 2021 അദ്ദേഹത്തെ വീണ്ടും സ്ഥാനാർത്ഥിയാക്കി. ചെറിയ വോട്ടിനാണെങ്കിലും ജയിച്ചു. അവിടെ നിർത്തിയില്ല. അതിനിടയ്ക്ക് കേസ് വന്നു, പരാതി കിട്ടി, പോലീസ് കേസെടുത്തു. എന്നിട്ട് എന്താ ചെയ്തത്? 2024 അതേ ആളെ തന്നെ ലോക്സഭയിലേക്ക് മത്സരിപ്പിച്ചു. ഇത് കൊല്ലത്തുകാർ കാണുക. കൊല്ലത്തെ ഏറ്റവും കൂടുതൽ ഒരുപക്ഷെ രാഹുലിനെതിരായി, സ്ത്രീലമ്പടന്മാർക്കെതിരായി മുഖ്യമന്ത്രി പറഞ്ഞ പ്രസ്താവന ഇടതുപക്ഷത്തിന് ഏറ്റവും വിനയായ സ്ഥലങ്ങളിലൊന്ന് കൊല്ലത്തെ സാധാരണ വോട്ടർമാരാണെന്ന് ഞാൻ കരുതുന്നു. തീരദേശ വോട്ടർമാർ അതിശക്തമായിട്ടാണ് ഇത്തവണ പ്രതികരിച്ചത്. തീരദേശം കൈവിട്ടുപോയി LDFന്, UDFന്റെ കൂടെ നിന്നു. അതിനേക്കാളും പ്രധാനം ഞാൻ നേരത്തെ പറഞ്ഞ മൃദു ഹിന്ദുത്വ എന്ന് പറയുന്ന CPMന്റെ ലൈൻ അവിടെ സഹായിച്ചത് NDA അല്ലെങ്കിൽ BJP ആണ്. നോക്കൂ, BJPക്ക് ഇതിനു മുമ്പെങ്ങും ഇല്ലാത്ത തരത്തിലുള്ള ഒരു വളർച്ച 13-14 സീറ്റൊക്കെ ഉണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് കൊല്ലം നഗരസഭയിൽ കിട്ടുക. എങ്ങനെയാണ് സംഭവിച്ചത്? എന്താണ് അതിൻ്റെ സ്ട്രാറ്റജിക്കലായ എന്ത് മിസ്റ്റേക്കാണ് LDFന് പറ്റിയത്? LDF പരിശോധിക്കേണ്ടതുണ്ട്. കാരണം കൊല്ലം പോലൊരു സ്ഥലം LDF അങ്ങനെ വിട്ടുകൊടുക്കാൻ പാടുള്ളൊരു സ്ഥലമല്ല. LDF പരിശോധിക്കണ്ടേ? അത് ഞങ്ങൾ പരിശോധിക്കുന്നതുകൊണ്ട് ഒന്നും പരിശോധിക്കില്ല. കാരണം എന്താ വെച്ചാൽ ഇവിടെ ഒരു പ്രശ്നമുണ്ട്. മുഖ്യമന്ത്രിയാണ് തെരഞ്ഞെടുപ്പിൻ്റെ അന്ന് ഈ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വിഷയമാണ് തെരഞ്ഞെടുപ്പിലെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയമായി കൊണ്ടുവന്നത്. അത് തെറ്റായിരുന്നു എന്ന് പറയാൻ ഈ CPMൽ ആരെങ്കിലും ഉണ്ടാവും? കോൺഗ്രസിൽ പിന്നെ തർക്കത്തിന്റെ ഭാഗമായി അപ്പുറത്തും ഇപ്പുറത്തൊക്കെ പറയും. ഒരു അഭിപ്രായമില്ല. ഒരു സ്ത്രീ പോലും അതാ വന്ന് പറഞ്ഞ ആ സ്ത്രീ തോറ്റു, മുകേഷിന്റെ തീവ്രത കുറവും രാഹുലിന്റെ തീവ്രത കൂടുതലുമാണ് എന്ന് പറഞ്ഞൊരു സ്ത്രീയുണ്ട്, ഒരു CPMകാരി. അവര് ഇലക്ഷൻ തോറ്റുപോയി പത്തനംതിട്ടയിൽ. ഞാൻ പറഞ്ഞു വന്നത്, ഇത് ജനങ്ങൾ കാണുകയാണ്. ശബരിമലയിൽ കൊള്ള നടന്ന വിഷയം, അവരോട് പാർട്ടി എടുക്കുന്ന സമീപനം, മുകേഷിനെ പോലെ ഒരാളോട് പാർട്ടി എടുക്കുന്ന സമീപനം, എന്നിട്ട് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പറയുക, ജമാഅത്തെ ഇസ്ലാമിക്കെതിരെ പറയുക. അത് ജനങ്ങളെ വല്ലാതെ അവര് അന്താളിപ്പിച്ചിട്ടുണ്ട്. ഇടതുപക്ഷത്തിന്റെ സപ്പോർട്ടർമാർ പോലും ഇങ്ങനെ ഇടതുപക്ഷം ജയിക്കാൻ പാടില്ല എന്ന് തീരുമാനിച്ചിട്ടുണ്ടാവും. അല്ലെങ്കിൽ ഇത്ര വലിയ വോട്ട്
UDF അവിടെ കിട്ടില്ല. UDF നേതാക്കന്മാരല്ല ആരും അത് പ്രതീക്ഷിച്ചിട്ടുമില്ല. ഈ തെരഞ്ഞെടുപ്പ് തുടങ്ങുന്ന കാലത്ത് ഞാനൊക്കെ കണക്കാക്കിയിരുന്നത് കൊല്ലവും കോഴിക്കോടും എന്തായാലും LDF തിരിച്ച് നിലനിർത്തും എന്നാണ്. ഇപ്പോൾ കോഴിക്കോട് കഷ്ടി വരുന്നു എന്ന് സംശയം, ഇപ്പോഴും ഭൂരിപക്ഷമായിട്ടില്ല. കൊല്ലം കൈവിട്ടുപോയി. ഇത് LDFന് ഒരു പാഠമായിരിക്കണം എന്നാണ് ഞാൻ കണക്കാക്കുന്നത്.